മണ്ണെണ്ണയുടെ വില കുത്തനെ ഉയർന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുന്ന മത്സ്യബന്ധന മേഖലയിൽ സമരങ്ങൾ തുടങ്ങുന്നു. മത്സ്യബന്ധനത്തിന് ആവശ്യമായ മണ്ണെണ്ണയുടെ വില വർദ്ധിപ്പിച്ച കേന്ദ്ര നടപടിക്കെതിരെ 28-ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU മത്സ്യത്തൊഴിലാളി മാർച്ചും ധർണയും സംഘടിപ്പിക്കും. മണ്ണെണ്ണ വില കുത്തനെ ഉയർന്നതോടെ പ്രതിസന്ധിയിലായ മത്സ്യബന്ധന മേഖല സമരത്തിലേക്ക് കടക്കുകയാണ്. ലിറ്ററിന് 103 രൂപയായിരുന്ന മണ്ണെണ്ണയ്ക്ക് 50 രൂപയിലധികമാണ് അടുത്ത കാലത്ത് വർദ്ധിച്ചത്. വലിയ ഇൻബോർഡ് വള്ളങ്ങൾക്ക് പ്രതിദിനം ശരാശരി 40,000-ഓളം രൂപ ഇന്ധനത്തിനായി മാത്രം ചിലവാകുന്നുണ്ട്. അന്തരീക്ഷ താപനില വർദ്ധിച്ചതോടെ മത്സ്യങ്ങൾ ആഴക്കടലിലേക്ക് നീങ്ങുന്നതിനാൽ മത്സ്യബന്ധന യാനങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ഇന്ധന ഉപഭോഗവും വർദ്ധിപ്പിക്കുന്നു. എന്നാൽ മണ്ണെണ്ണ വില കുത്തനെ ഉയർന്നത് ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് തടസ്സം നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മത്സ്യബന്ധന മേഖലയിൽ സമരത്തിന് അരങ്ങൊരുങ്ങുന്നത്. മത്സ്യബന്ധനത്തിന് ആവശ്യമായ മണ്ണെണ്ണയുടെ വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ 28-ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മത്സ്യത്തൊഴിലാളി മാർച്ചും ധരണയും സംഘടിപ്പിക്കുമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU അറിയിച്ചു. യുദ്ധത്തിന്റെ പേരിൽ മണ്ണെണ്ണ വില 155 രൂപയായി ഉയർത്തിയത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണെന്ന് CITU നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന സർക്കാർ മണ്ണെണ്ണയുടെ സബ്സിഡി ലിറ്ററിന് 50 രൂപയാക്കി ഉയർത്തിയത് ആശ്വാസം പകരുന്നുണ്ടെങ്കിലും അമിത വിലയ്ക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ വാങ്ങാൻ കഴിയില്ല എന്ന് CITU നേതാക്കൾ പറഞ്ഞു. CDNet ന്യൂസ്, ഹരിപ്പാട്.